ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ഈ ഈന്തപ്പഴത്തിൻ്റെ മധുരമാണ്. പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് കുറച്ച് ഈന്തപ്പഴം ഒന്ന് പീസായിട്ട് കട്ട് ചെയ്തതും അല്പം കാഷ്നട്ടും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഉള്ള ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി കാഷ്നട്ട് ഇല്ലെങ്കിൽ ഈന്തപ്പഴം മാത്രം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താലും മതി. ഇപ്പോൾ നമ്മളുടെ അടിപൊളി ഈന്തപ്പഴം മിൽക്ക് ഷേക്ക് അഥവാ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക്